കോട്ടയം നഗരസഭയിൽ നിന്നും 211 കോടി രൂപ കാണാതായ സംഭവത്തിൽ അന്വേഷണം മറ്റ് നഗരസഭകളിലേക്കും സമാനമായ രീതി മറ്റ് നഗരസഭകളിലും പണം നഷ്ടമായിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ഇതിനായി പ്രത്യേക ഓഡിറ്റ് ടീമിനെ ചുമതലപ്പെടുത്തി തദ്ദേശ വകുപ്പ് ഡയറക്ടർ സാംബശിവറാവു IAS ഉത്തരവിറക്കി. കോട്ടയം നഗരസഭയിൽ ചെക്കും ഡ്രാഫ്റ്റുകളുമായി പണമടയ്ക്കാനായി രസീതു നൽകി കൈപ്പറ്റിയ രേഖകൾ ബാങ്കുകളിൽ എത്താതെ 211 കോടി രൂപയാണ് കാണാതായത്. സമാന രീതിയിൽ മറ്റു നഗരസഭകളിലും തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നാണ് സർക്കാർ പരിശോധിക്കുന്നത്. എ ക്ലാസ് നഗരസഭകളിൽ 1 മാസത്തിനകം പ്രത്യേക പരിശോധന പൂർത്തിയാക്കാനാണ് തീരുമാനം. മുനിസിപ്പാലിറ്റികൾ പ്രത്യേക വിഭാഗമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. പഞ്ചായത്ത് വകുപ്പുമായി ബന്ധമുണ്ടായിരുന്നില്ല. 2 വകുപ്പുകളും യോജിപ്പിച്ച് ഡയറക്ടറേറ്റ് രൂപീകരിച്ചതോടെയാണ് കോട്ടയം നഗരസഭയിലെ തട്ടിപ്പ് പുറത്തു വന്നത്. അതിന്റെ തുടർ പരിശോധന സംസ്ഥാനമാകെ വ്യാപിപ്പിക്കുന്നതിലൂടെ ഈ തട്ടിപ്പ് രീതിയിലൂടെ കോടികൾ മറ്റു നഗരസഭയിലും നടന്നിട്ടുണ്ടോ എന്നറിയാനാകും. കോട്ടയം നഗരസഭയിലെ തട്ടിപ്പിനെതിരെ LDF നടത്തിയ പോരാട്ടത്തിന്റെ ആദ്യ വിജയമാണിതെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K. അനിൽകുമാർ പറഞ്ഞു. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.